മുകളിൽ വർണ്ണാഭമായ ഒരു ആകാശം, താഴെ അതിലും കളർഫുള്ളായി ഒരു ജലാശയം. ജലാശയത്തിന് മുകളിലായി ആകാശത്തിലൂടെ നടക്കും വിധം തൂക്കുപാലത്തിലൂടെ ഒരു യാത്ര. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലൊക്കെ കാണാറുള്ളത് പോലുള്ള ഈ ദൃശ്യം നമ്മുടെ സ്വന്തം ഇടുക്കിയിൽ നിന്നുള്ളതാണ്. ഈ പാലത്തിൻ്റെ അക്കരയും ഇക്കരയുമായി 2 ഗ്രാമങ്ങളുണ്ട്. താഴെ കാണുന്ന ജലാശയത്തിനടിയിൽ വെള്ളത്തിൽ ആണ്ടുപോയ ഒരു പഴയ നഗരമുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ കഥയാണ് ഈ വീഡിയോ. അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലേക്കുള്ള റോഡിലൂടെയാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മാട്ടുക്കട്ട എന്ന ചെറിയൊരു ടൗണിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിലാണ്. ഹൈവേയിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് ഈ തൂക്കുപാലത്തിലേക്കുള്ളത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. അതുകൊണ്ട് തന്നെ വാഹനം പാർക്ക് ചെയ്യാനും മറ്റും പരിമിതമായ സൗകര്യങ്ങളെ ഇവിടെയുള്ളൂ. നമുക്ക് നേരെ പാലത്തിലേക്ക് കയറാം. 2012 പാലത്തിൻ്റെ പണി ആരംഭിച്ചത്. 2013 പാലത്തിൻ്റെ പണി പൂർത്തിയാവുകയുണ്ടായി. 200 മീറ്റർ നീളവും 1.20 മീറ്റർ വീതിയുമുള്ള ഈ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികൾ സാധാരണ പോകുന്ന സ്ഥിരം സ്ഥലങ്ങളുണ്ട്. മൂന്നാർ, തേക്കടി, അഞ്ചുരുളി തുടങ്ങിയ സ്ഥിരം സ്പോട്ടുകൾ. എന്നാൽ ഇടുക്കി മലനിരകൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു മനോഹരമായൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. ലൈഫ് ഓഫ് ജോസ് കുട്ടി, എബി തുടങ്ങിയ ഒട്ടേറെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ലൊക്കേഷൻ കൂടിയാണ് ഈ തൂക്കുപാലം. അങ്ങ് ദൂരെ കാണുന്ന കരഭാഗം അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. പാലത്തിനിക്കരെ കാഞ്ചിയാർ പഞ്ചായത്തിൻ്റെ ഭാഗമായ കോവിൽമല പ്രദേശം. ഈ 2 പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് 2013 ഈ തൂക്കുപാലം ഇവിടെ നിർമ്മിച്ചത്. വൈകുന്നേരം 5 മണിയായപ്പോഴാണ് ഞാനിവിടെ എത്തിയത്. ജലാശയത്തിൻ്റെ ഓരോ ദിക്കിലും വ്യത്യസ്തമായ നിറങ്ങളാണ്. പടിഞ്ഞാറ് അസ്തമന സൂര്യൻ്റെ കടും ചുവപ്പാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഇരുണ്ട പച്ചപ്പും നീലാകാശവുമാണ്. ഈ ജലാശയം ഒരു കാലത്ത് ഒരു ടൗൺഷിപ്പായിരുന്നു. വീടുകളും കടകളും സ്കൂളുകളും ആരാധനാലയങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ജനവാസ കേന്ദ്രം. ഇടുക്കിയിൽ കുടിയേറ്റം തുടങ്ങുന്ന കാലത്ത് രൂപപ്പെട്ട ആദ്യത്തെ ചെറുപട്ടണമായിരുന്നു അന്നത്. പിന്നീട് പ്രശസ്തമായ ആർച്ച് ഡാമിൻ്റെ വരവോടുകൂടിയാണ് ഈ ടൗൺഷിപ്പ് വെള്ളത്തിനടിയിലായത്. ചുരുക്കി പറഞ്ഞാൽ ഈ ജലസംഭരണിക്കകത്ത് ഒരു ജനവാസ കേന്ദ്രം ആഴ്ന്നു കിടക്കുകയാണ്. ഇവിടെ നിന്നും കുടിയിറക്കപ്പെട്ട മനുഷ്യർ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരുടെ ജീവിതം പറിച്ചുനട്ടു. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ അന്നത്തെ ആ ജനവാസ കേന്ദ്രത്തിൻ്റെ ഇനിയും നശിക്കാത്ത അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ തെളിഞ്ഞു വരാറുണ്ട്. അയ്യപ്പൻ കോവിൽ ടൗൺഷിപ്പ് വെള്ളത്തിനടിയിലായതോടെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ മറ്റൊരു ദുരിതം കൂടി സംഭവിച്ചു. അയ്യപ്പൻ കോവിൽ, കണിയാർ എന്നീ 2 പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിച്ച റോഡും വെള്ളത്തിനടിയിലായി. അതോടുകൂടി കോവിൽമലയിലെ നിവാസികൾക്ക് പുറത്തേക്കുള്ള വഴിയടഞ്ഞു. ഇടുക്കിയുടെ മറ്റു ഭാഗങ്ങളിലെത്താൻ അവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ കിട്ടുന്ന കുറച്ച് ദിവസങ്ങളിൽ മാത്രമായി ഇവരുടെ ഇതുവഴിയുള്ള സഞ്ചാരം. ബാക്കിയുള്ള മുഴുവൻ മാസങ്ങളിലും അവർ ചുറ്റി സഞ്ചരിച്ചാണ് ഇടുക്കിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിയിരുന്നത്. ഈ വിധം അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നോണമാണ് 2013 ഈ തൂക്കുപാലം ഇവിടെ നിർമ്മിച്ചത്. നമുക്ക് കണ്ണിന് ആനന്ദം പകരുന്ന ഈ തൂക്കുപാലം കോവിൽമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തിയ സഞ്ചാരമാർഗമാണ്.
ഈ വിധം വെള്ളത്തിനടിയിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനവാസ കേന്ദ്രവും അതിനുമീതെ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ആകാശപാതയുമാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്ന ഈ സുന്ദരമായ മനോഹരമായ ടൂറിസം കേന്ദ്രം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ജലയാത്ര നടത്താനുള്ള അവസരവും ഇവിടെയുണ്ട്. നാടൻ തോണിയാണ് ഇതിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളും ചരിത്രവുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മറ്റു കാഴ്ചകൾ കാണുന്നതിനായി ചാനൽ സന്ദർശിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.